ഇപ്പോൾ ഇനി അടുത്ത റൗണ്ട് കറങ്ങാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ ഇന്നലെ 7-Eleven കുറച്ച് സാൻഡ്വിച്ചസും മറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഹീറ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ കുറച്ച് സൂഷി, കുറച്ച് സാധനങ്ങളൊക്കെ 7-Eleven. അപ്പോൾ അതെല്ലാം കഴിച്ചു. ആൻഡ് ഇപ്പോൾ അടുത്ത കറക്കത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുക. സോ കാണിച്ചുതരാം എല്ലാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേയിൽ നിന്ന് ഇറങ്ങി ഏറ്റവും ആദ്യം പോകാൻ പോകുന്നത് മീസ വാട്ടർഫോൾ. നമ്മളെങ്ങനെയാ പോകുന്നത്? നമ്മളെങ്ങനെയാ പോകുന്നത്? ഒച്ചകെട്ടിട്ട് ഇങ്ങനെ തായ്ലൻഡിലെ റിക്ഷ. ആദ്യം നമുക്ക് കഴിച്ച് നമ്മുടെ കയ്യിലുള്ള $, USDs കൺവേർട്ട് ചെയ്ത് ബാത്താക്കണം. മസാജിന് പൈസ കൊണ്ടുപോകുന്ന ഇവിടെ 190. ഇങ്ങോട്ടൊക്കെ മസാജിന് 190. വാലറ്റ് പോയിന്റ്സ്. നമുക്ക് അങ്ങനെയൊക്കെ നാളെ മൊത്തം മസാജ് ആക്കാം. വാലറ്റ് പോയിന്റ്. Lot of valid points, guys. Lot of points. പക്ഷെ എനിക്ക് അവിടെ പോണം. ദൗലന്തോൻ അടിപൊളിയാണ്. പോണെങ്കിൽ നീ രാവിലെ എണീക്കണം. അതെ, ഉറക്കണിക്കണം. രാവിലെ എനിക്ക് ആദ്യം രാത്രി ഉറങ്ങണം. നിങ്ങളെപ്പോ ഉറങ്ങിയേ? ഞങ്ങള് നമ്മൾ പ്രോപ്പർ ഉറങ്ങി. നിങ്ങൾ ഉറങ്ങി. ഉറങ്ങിയില്ല എന്നല്ല, എണീറ്റില്ല എന്നാണ്. അതെ, വാലറ്റ് പോയിന്റ്. Lot of valid points. ഇതാണ് നമ്മുടെ തായ്ലൻഡിലെ കുഞ്ഞു കുഞ്ഞു കടകളിലുള്ള സ്നാക്സ് കണ്ടോ. നമ്മുടെ അവിടെ ചക്ക വറുത്തത്, പിന്നെ കായ വറുത്തത്, അതുപോലെയൊക്കെ കണ്ടോ. ഇവിടെ മുറുക്കിന് പകരം ഉള്ളതുണ്ട്. പൊരിയൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങൾ, ഒത്തിരി സാധനമാണ് കണ്ടോ. നമ്മൾ മീസോ വാട്ടർഫോൾ എത്തി. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആട്ടോ, ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ല. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് കേസ്. ഭയങ്കര ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നല്ല ഈ സ്ഥലം എത്ര രസമില്ലെങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. കാരണം അന്ന യാത്ര ഒരു രക്ഷയില്ലാത്ത അടിപൊളിയാണ്. ഇതിൻ്റെ ഭംഗി പറഞ്ഞുതരാൻ മനസ്സിലായി. ഇങ്ങനെ പറഞ്ഞുതരണം എനിക്കറിയില്ല. നല്ല തണുപ്പും നല്ല രസമുള്ളൊരു വൈബുമാണ് കേട്ടോ, ഒന്നും പറയില്ല. ബ്രില്യൻറ്റ്. നമ്മൾ ആ ഒരു ഈ പറഞ്ഞ കണക്കിന് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുക ഗൈസ്. നല്ല ഭംഗിയാട്ടോ, ഒന്നും പറയാനില്ല. നല്ല ഭംഗി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര 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 നീറ്റ് ആൻഡ് ക്ലീൻ, പ്ലസ് നല്ല ഗ്രീനറി, നല്ല ക്ലൈമറ്റ്, തിരക്കുമില്ല. തിരക്കും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര രസം ഗൈസ്, ഭയങ്കര രസം. കാരണം മൊത്തത്തിൽ നമ്മൾ അഗസ്ത്യാറൊക്കെ പോയ സമയത്ത് നമുക്ക് ഏകദേശം ഇതുപോലത്തെ ഒരു ഫീൽ തന്നെയായിരുന്നു. കാരണം അഗസ്ത്യാർ പോകുമ്പോൾ നമ്മൾ ലിറ്ററലി നമ്മളും ഈ വനവും മാത്രമായിരുന്നു ബേസിക്കലി അഗസ്ത്യാറിൻ്റെ പ്രത്യേകത. ആൻഡ് ഓൾമോസ്റ്റ് സിമിലർ എക്സ്പീരിയൻസ് ആണ് ഇവിടെയും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കാരണം എല്ലായിടത്തും എവിടെ നോക്കിയാലും കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ, പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്, മൊത്തത്തിൽ ആ ഒരു ഫുൾ ഗ്രീനറി കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ബാക്കിയെല്ലാം നമ്മൾ മറക്കും. ഇത് കണ്ടോ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം. മൊത്തം ഇത് തന്നെയാണ്, വൈബാണ്. ശരിക്കും മൊത്തത്തിൽ വൈബാണ്. മസ്റ്റ് വിസിറ്റാണ് ചിയാങ് മായ്. കാരണം പലരും ആക്ച്വലി തായ്ലൻഡ് വന്നിട്ട് ഒരു പാർട്ടി മോഡ് പോകും ശരിക്കും പറഞ്ഞാൽ. അതേ ബാങ്കോക്ക് ഷോപ്പിംഗ്, പിന്നെ ഫുക്കയിലായിരുന്നാലും ഷോപ്പിംഗ്, കുറേ ഇതൊക്കെ ആൻഡ് ടിപ്പിക്കൽ സ്റ്റഫ് ആൻഡ് തിങ്സ്. ആൻഡ് പക്ഷേ ചിയാങ് മായ് പലപ്പോഴും ആൾക്കാർ ഓപ്റ്റ് ഔട്ട് ചെയ്യാറുണ്ട് അവരുടെ ട്രിപ്പിൽ. പക്ഷേ ചിയാങ് മായ് ഈസ് എ ബെസ്റ്റ്. ഞാൻ ഈ നടന്നിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ ഉണ്ട് ഇവിടെ കുറച്ച് ടേബിൾസ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ. ഇതുണ്ടോ, ഇതാണ് വെള്ളച്ചാട്ടം. ഉണ്ടോ, ശരി വാ.
അടുത്ത സ്പോട്ടെത്തി ഗൈസ്, അടുത്ത സ്പോട്ടെത്തി. ഓ ബ്രില്യൻറ്റ്. അങ്ങനെ രണ്ട് മണ്ടന്മാർ വെള്ളത്തിലിറങ്ങുന്നു. അവരെ കണ്ടിട്ട് എനിക്ക് തണുക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ കണക്കിന് കണ്ടോ, ഇങ്ങനൊരു സംഭവത്തിന്റെ ഫ്രണ്ടിലെത്തി. എന്തോ എഴുതിയിട്ടുണ്ട്. എന്തോ അത് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ്, അതായത് മിക്സ്ഡ് ഫോറസ്റ്റ് കാറ്റഗറി എന്ന് പറയും. അത് നമ്മൾ ഈ കാണിക്കുന്ന പോയിന്റിന് താഴേട്ടേക്ക് ഡെസിഡസ് ഫോറസ്റ്റ് ആയിരുന്നു. ഡെസിഡസ് ഫോറസ്റ്റും എവർഗ്രീൻ ഫോറസ്റ്റും പഠിച്ചിട്ടില്ലേ? ഇതിന്റെ മേലേക്ക് ഡ്രൈ എവർഗ്രീൻ ഫോറസ്റ്റ്, താഴേക്ക് ഡെസിഡസും. അപ്പം ഈ ഒരു പോണ്ടിനെ എക്കോട്ടോൺ എന്ന് വിളിക്കും, മിക്സഡ് ഇക്കോട്ടോൺ. 2 ടൈപ്സ് ഓഫ് ഫോറസ്റ്റ്. ഈ സംഭവം എന്തിനാ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഈ ഗോപുരം എന്തിനാ? ആൾക്കാർക്ക് വെറുതെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാവും അല്ലേ? വാലിഡ് പോയിന്റ്. ഗൈസ്, നമ്മൾ നേരത്തെ കണ്ട ആ സെയിം വെള്ളച്ചാട്ടം തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ചെറിയ കുഞ്ഞൊരു ഗോപുരമുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വന്നിട്ട് കണ്ടോ ഇങ്ങനെയൊക്കെ വന്ന് കാണാൻ പറ്റും. ആൻഡ് കണ്ടോ, ഇവിടെ ചെറിയൊരു കുഞ്ഞ് പാലൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നടന്ന് അങ്ങനെയൊക്കെ പോകാം. കണ്ടോ, ഗ്രേറ്റ് മാൻ, സോ ഗ്രേറ്റ്. കാരണം എങ്ങനെയൊക്കെ ഒരു ഒരു സ്പോട്ട് പക്ക ടൂറിസം സ്പോട്ടാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. നിസ്സാരം ഒരു സാധാ വെള്ളച്ചാട്ടമാണിത്. പക്ഷെ നമ്മൾ ആ ഗോപുരത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും നടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ലേറ്റ്സ് ഗോ. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന് ഗൈസ് ടോട്ടൽ 10 വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. 5 വ്യൂ പോയിൻറ്റ്സ് കഴിഞ്ഞു, ഇനി 5 വ്യൂ പോയിൻറ്റ്സ് കൂടെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. ഇങ്ങനെ ഇടുങ്ങിയുള്ള വഴികൾ കയറി 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 ഫോട്ടോഷൂട്ടോ. റൈറ്റ്, ഓക്കെ. രക്ഷയില്ല ഗൈസ്, പൊളി പൊളി. ഗൈസ്, 9ാമത്തെ വ്യൂ പോയിൻ്റ് എത്തി. ഇനി 1 ആൻഡ് ഫൈനൽ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട്. നല്ല ട്രക്കിംഗ് ആണ്, നല്ല റീഫ്രഷിംഗ് ആണ്. വാവ്. ഇനി 10ാമത്തെ വ്യൂ പോയിൻ്റ് എത്തിയിട്ട് ഞാൻ വരാം. ഓക്കെ. സോ ഗൈസ്, ഫൈനൽ കാസ്കേഡ്, ദ 10th one നമ്മളെത്തി ഗൈസ്. കണ്ടോ, നിങ്ങൾ വിചാരിക്കും ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടത്തിന് എന്താ ഇത്ര ഹൈപ്പ് എന്നൊക്കെ. പക്ഷേ ജസ്റ്റ് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഓരോ വളവും തിരിവും ഓരോ ജംഗ്ഷനും നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിക്ക് എന്താണ് ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആക്കി അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ആൻഡ് ദാറ്റ് ഈസ് ദ ഹൈലൈറ്റ്. അല്ലാതെ ഇതൊരു വെള്ളച്ചാട്ടമാണോ യെസ്, ഇതുപോലത്തെ വെള്ളച്ചാട്ടങ്ങൾ ഒത്തിരി ഉണ്ടാവാം, അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാം. പക്ഷേ ദേ ഹാവ് മെയ്ഡ് ഇറ്റ് ടൂറിസ്റ്റ് ഫ്രണ്ട്ലി എന്നെനിക്ക് തോന്നി. കാരണം നമ്മളവിടെ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്രയും നന്നാക്കി വെക്കത്തില്ല. ഇത്രയും നന്നായിട്ട് ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആക്കി, പ്ലാസ്റ്റിക് ഫ്രീ ആക്കി, വേറെ ലോക്കൽസിൻ്റെ ശല്യമൊന്നും ഇല്ലാതെ ഇത്രയും നീറ്റാക്കിയൊന്നും വെക്കില്ല. സോ അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അല്ലെങ്കിൽ വെള്ളച്ചാട്ടമാണെങ്കിൽ സാധാ ഒരു വെള്ളച്ചാട്ടം തന്നെയാണത്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ട്രക്കിംഗ് ആണ്, നല്ല റീഫ്രഷിംഗ് ആണ്. സോ The conqueror of Mesa Waterfall, Luis Vuitton National Park. ഇത് പോസ്റ്റ് ചെയ്ത് വായിച്ചാൽ മതി ഗൈസ്. ഇതാണ് ആക്ച്വലി മൊത്തത്തിൽ എന്താ പറയുക മേസ വാട്ടർഫോളിനെ പറ്റി എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി ഇന്ന് വായിച്ച് മനസ്സിലാക്കാം. സോ വി ഓൾസോ കോൺകേർഡ് മേസ വാട്ടർഫോൾ. അപ്പോൾ ഗൈസ്, ചിയാങ് മൈ മേസോ വാട്ടർഫോൾ
കഴിഞ്ഞു ഗൈസ്. നമ്മളിതാ തിരിച്ച് നടന്ന് നമ്മളെവിടെയാണ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്താറായിട്ടുണ്ട് ഓൾമോസ്റ്റ്. സോ ചിയാങ് മായിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡൺ ആൻഡ് ഡസ്റ്റഡ്. സോ ഇനി അടുത്ത ലൊക്കേഷനിൽ കാണാം. ചച്ചാ ബൈ ബൈ.